Welcome to Business Studies class. Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഫസ്റ്റ് ഫോം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, അതിൻ്റെ ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. In today's class, we are discussing about the second types of public sector enterprises, statutory corporation or public corporation. The another name ആണ് public corporations. The first എന്താണ് statutory corporation? It is a public sector enterprises which formed by special act passed by state or central government. ഒരു special act എന്ത് ചെയ്യുന്നു പാസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഓർ സെൻട്രലോ ഗവൺമെൻറ് പാസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് എന്താണ് ഒരു ആക്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിലോ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ആക്ട് പാസ് ചെയ്യും, എല്ലാവരുടെ വോട്ട് എല്ലാവരുടെ പെർമിഷൻസോട് ഒരു ആക്ട് ഫോം ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഇറ്റ് ഈസ് എ ഓട്ടോണമസ് ബോഡിയാണ്. ഇതിന് സ്വന്തമായിട്ട് എന്താണ് ഇറ്റ് ക്യാൻ ഗവേൺ ഇറ്റ് ആക്ടിവിറ്റീസ്, ഇറ്റ് ക്യാൻ ഗവേൺ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് അഫയേഴ്സ്. ഇതിൻ്റെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും ഗവേൺ ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഓട്ടോണമസ് ബോഡി എന്ന് പറയുന്നത്. മെയിനായിട്ട് this act defines the objectives, the functions and powers of a statutory corporation. Statutory corporations എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ പവർ എന്തൊക്കെയാണ് എന്ന് ഇതിൽ ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ഗവേൺ ഇറ്റ്സ് എംപ്ലോയീസ്. അവരുടെ എംപ്ലോയീസിനെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റൂൾസ്, എന്തൊക്കെയാണ് റെഗുലേഷൻസ് എന്നും പറയുന്നുണ്ട്. അതുപോലെ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്. മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇതിനുള്ള റിലേഷൻ എന്താണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ്, അതുപോലെ ഇതിൻ്റെ റൂൾസ് ആൻഡ് എംപ്ലോയീസിനെ ഗവേൺ ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ആക്ടിൽ, ഈ സ്പെഷ്യൽ ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. മെയിൻ എക്സാമ്പിൾ ഫോർ ദ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ മെയിൻ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. എന്താണ് LIC അല്ലെങ്കിൽ SBI എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. ഇന്ത്യയിലെ എന്താണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി എന്താണ് ഗവൺമെൻറ് ബാങ്കാണ് SBI. നെക്സ്റ്റ് വൺ എന്താണ് RBI. നെക്സ്റ്റ് എന്താണ് KSRTC, UTI എക്സെട്ര ആർ ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ എക്സാമ്പിളാണ് LIC അല്ലേ, KSRTC എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് വിച്ച് ഈസ് ഫോംഡ് ബൈ പാസിങ് എ സ്പെഷ്യൽ ആക്ട്. ഗവൺമെൻറ് സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ. Now let us discuss about the features of statutory corporation. Statutory corporation നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. The first one, formation. The statutory corporation created by the state or central government by passing a special resolution in a parliament. പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിലോ എന്താണ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദിസ് ആക്ട് ഡിഫൈൻസ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. മെയിനായിട്ടും എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, പവേഴ്സ്, ഫങ്ഷൻസ്, ഇതൊക്കെയാണ് മെയിൻ ഈ ആക്ടിൽ എന്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ദ ഫോർമേഷൻ ഓഫ് ബിസിനസ് the statutory corporation, and second feature is separate legal entity. So the department and the statutory corporation has a separate legal existence from government. ഗവൺമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഓട്ടോണമസ് ബോഡി എന്ന് പറയും. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഇറ്റ് ബിഹേവ് ലൈക്ക് ആൻ ഹ്യൂമൻ ബീയിങ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ക്യാൻ ബോറോ ദി മണി, ഇറ്റ്സ് ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് മണി ആൻഡ് ഓൾസോ ഓൺ their own properties and enter into contract and also file case. എന്താണ് ബൈ ഇറ്റ്സ് ഓൺ നെയിം, അവരുടെ നെയിമിൽ തന്നെ എന്താണ് ഇതൊരു ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ എന്താണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്താണ് എൻഗേജ് ചെയ്യാൻ അല്ലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആൻഡ് തേർഡ് വൺ ഓണർഷിപ്പ്.
The statutory business organization is fully owned by the government. Government ആണ് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നത് ഓൺ ചെയ്യുന്നത്. ഫുൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസിന് എന്താണ് ഇതിൽ ഇതിൽ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ എന്താണ് അലോ ചെയ്യുന്നില്ല ഇൻ കേസ് ഓഫ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ. ആൻഡ് ഫോർത്ത് വൺ, ദ മാനേജ്മെൻറ്റ്. The management of അല്ലെങ്കിൽ statutory corporation is managed by the board of directors appointed by the government. Government appoint ചെയ്തിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷനെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് there is a no interference in day-to-day working of a statutory corporation. The government എന്താണ് ഈ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒന്നും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. എന്താണ് അവർ എന്ത് ചെയ്യുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യുന്നു ആ ഡ്യൂട്ടി ആണ് ഈ ബിസിനസ് റൺ ചെയ്യാനുള്ള ഓപ്പറേഷൻ സ്മൂത്ത്ലി കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് വൺ എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് the statutory corporation is done by the board of directors. And fifth one, status of employees. The employees of the statutory corporations are not government employees or civil servant. It has their own employees. സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് എംപ്ലോയീസ് ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല. അവർക്ക് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം എംപ്ലോയീസ് ഉണ്ടാവും. അവരെന്താണ് ദ റിക്രൂട്ട്മെൻറ്റ്, ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ conditions of services are differ from the government employees. These are decided by the statutory corporation. Statutory corporation തന്നെയാണ് ഇവർക്ക് എത്ര റെമ്യൂണറേഷൻ കൊടുക്കണം, ഇവരെങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ള അവരുടെ സാലറി എല്ലാം തീരുമാനിക്കുന്നത് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷനാണ്. ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല, എംപ്ലോയീസിനെ പോലെയല്ല. അപ്പോൾ എന്താണ് ദ സ്റ്റാഫ് ഓഫ് the statutory corporations are differ from the government employees. And sixth one, financial autonomy. The statutory corporations enjoy the financial independent എന്നാണ് independent financial structure. In the departmental undertaking the financial structure independent ആണ്. It can borrow fund from the government and public. ഇതിനിപ്പോൾ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ നിന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ. അതുകൊണ്ട് എന്താണ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇവരുടെ പേരിൽ തന്നെ എന്താണ് ഗവൺമെൻറ് കയ്യിൽ നിന്നോ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ ഫണ്ട് ബോറോ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇവർക്ക് ഇവരുടെ ഏർണിങ്സ് എന്താണ് they can use their earnings for their expansion and development purpose. അവരുടെ തന്നെ ആക്ടിവിറ്റീസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് തന്നെ എന്ത് ചെയ്യാം ഇവരെ ഏർണിങ്സ് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഗവൺമെൻറ് ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. In case of the statutory corporation is enjoying the financial autonomy. And next one is public accountability. In case of statutory corporations that must be audited by the CAG. എന്താണ് it ensure the public accountability. സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് ഇയർലി എന്ത് ചെയ്യുന്നു CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്താണ് ഇയർലി ഓഡിറ്റ് ചെയ്യും. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഇയർലി ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദിസ് വിൽ എൻഷുർ ദി പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഓഫ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ്. സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ്റെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി നമുക്ക് എന്താണ് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ദ എയ്ത്ത് വൺ എന്താണ് ബോറോയിങ് ഓഫ് ഫണ്ട്. സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻസ് എന്താണ് ഓട്ടോണമസ് ബോഡിയാണ് അല്ലേ. ഇറ്റ് ക്യാൻ ഗവേൺ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് അഫേഴ്സ് ഇറ്റ്സെൽഫ് എന്നാണ്. ഇവരെ ആക്ടിവിറ്റീസൊക്കെ ഇവരെ തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ ചെയ്യുന്നത് ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാൽ. സോ ദ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് ക്യാൻ ബോറോ ദി ഫണ്ട് ഫ്രം പബ്ലിക് ആൻഡ് ഗവൺമെൻറ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ ഗവൺമെൻറ് ഫണ്ടിന് കയ്യിൽ നിന്നോ എന്താണ് ഈ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസിന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് features of the statutory corporation in summarized form. The first one, it is formed by passing a special act in a parliament special act pass ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എൻജോയ് ദി സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ദി ഗവൺമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്താണ് ദ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ക്യാൻ ബോറോ ദി ഫണ്ട്, ഇറ്റ്സ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി ബൈ ഇറ്റ്സ് ഓൺ നെയിം. ഇവരുടെ പേരിൽ തന്നെ ഇവർക്ക് പ്രോപ്പർട്ടി വാങ്ങാം, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അത്തരത്തിലുള്ള എല്ലാ ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന എല്ലാത്തരം ആക്ടിവിറ്റീസും എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ. തേർഡ് വൺ, ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദി ഫുള്ളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ആണ് ഇത് ഫുൾ ഓൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ,
And fourth one, management. It is managed by the board of directors appointed by the government. Government appoint ചെയ്തിരിക്കുന്ന board of directors ആണ് എന്ത് statutory corporations manage ചെയ്യുന്നത്. Next, status of employees. The employees of statutory corporations are differ from the government employees. Government employees അല്ല, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒന്നും അല്ല ഉണ്ടാവുക. ഇവരെ ഡ്യൂട്ടീസും ഇവരെ റെമ്യൂണറേഷൻസും ഇവരെ അപ്പോയിൻമെൻറ്റും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് സിക്സ്ത് വൺ, ദ ഫിനാൻഷ്യൽ ഓട്ടോണമി. The statutory corporation enjoying the independent financial structure. എന്നിട്ട് ഇവരെ ഫണ്ട് വേണേൽ ബോറോ ചെയ്യാം, ഇവരെ ഏർണിങ്സ് തന്നെ ഇവരെ ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് എൻജോയ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെവൻത്ത് വൺ, പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ദ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് ensuring the public accountability by auditing the books of accounts. CAG books of accounts ഓഡിറ്റ് ചെയ്യും ഇയർലി. അങ്ങനെ എന്ത് ചെയ്യാൻ നമുക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷന്. നെക്സ്റ്റ് വൺ എന്താണ്? ആൻഡ് ലാസ്റ്റ് വൺ, ബോറോയിങ് എ ഫണ്ട്. It give the statutory organization have freedom to borrow the fund from government and public. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും എന്താണ് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ബോറോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ്. The first one, the free from government control. The statutory organization are the separate legal entity, so this is an autonomous body. സെപ്പറേറ്റ് എന്താണ് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. സോ ദർ ഈസ് എ നോ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദി ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്നും അതിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ അതിൻ്റെ സൂപ്പർവൈസറിൽ നിന്നും സൂപ്പർവൈസിങ്ങിൽ നിന്നും എന്താണ് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻസ് ഫ്രീ ആണ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദി ഗവൺമെൻറ് കൺട്രോൾ. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സ്റ്റാറ്റുട്ടറി ബോഡി. സ്റ്റാറ്റുട്ടറി ബോഡിയാണ് ഇതിന് ഈ ബിസിനസ് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. It is a free from direct control of ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിൽ നിന്നാണ് ഇത് ഫ്രീ ആകുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ഗെറ്റ് ദ ഫ്രീഡം ഓഫ് എ ഓപ്പറേഷൻ, ദ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ. ദിസ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ ബിസിനസ് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ എന്താണ് ഒരു ഓപ്പറേഷൻസിന് ഫ്രീഡം കിട്ടും. ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തി അധികം പെർമിഷൻസ് ഒന്നും ആവശ്യമില്ല. ഇവർ തന്നെ ഇവരുടെ ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ ഫ്രീഡം കിട്ടുന്നുണ്ട് എന്താണ് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ക്വിക്ക് ഡിസിഷൻ. Being an autonomous body, so the statutory organization can take the quick decision and also the prompt action, the matter relating to business. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് ഒരു പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പ്രോംപ്റ്റ് ആക്ഷൻ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ എന്താണ് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻസിന് കഴിയുന്നതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ്. ഇവിടെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് കൺട്രോൾ ഒന്നുമില്ല. ഇവർക്ക് എന്തെങ്കിലും തീരുമാനം ഇവരെ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് എന്ത് ചെയ്യും ഒരു തന്നെ ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് സെക്കൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എ സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻസ്. തേർഡ് വൺ, മോട്ടിവേറ്റഡ് സ്റ്റാഫ്. The staff of statutory organizations are their own. They have their own staff എന്നാണ്. അവർ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല, ഇവർക്ക് സെപ്പറേറ്റ് എന്നാണ് അവർക്ക് പ്രത്യേകമായിട്ട് എന്താണ് ഇത് പ്രത്യേക സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതും റെമ്യൂണറേഷൻസും കണ്ടീഷൻസ് ഓഫ് സർവീസസ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ സ്റ്റാറ്റുട്ടറി ബോഡി തന്നെയാണ്, ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് ദേ പ്രൊവൈഡ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻസ് പ്രൊവൈഡിങ് ബെറ്റർ സാലറി ആൻഡ് ബെറ്റർ സർവീസസ് ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി. അവർ മാനേജ്മെൻറ്റിൻ്റെ അവരുടെ വർക്കിൻ്റെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ സാലറി കൊടുക്കും, ഓവർ ടൈം സാലറി ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസ് എന്താണ് മോട്ടിവേറ്റഡ് സ്റ്റാഫാണ്. ഫോർത്ത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ ഈസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. That means statutory corporations enjoying financial autonomy, so it can borrow fund from government and public, and also it can use their fund for their own activities. So the financial independence means statutory organization എന്താണ്
അവരുടെ ഫണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ എന്ത് ചെയ്യുക, ബോറോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവർ ഏൺ ചെയ്യുന്ന റവന്യൂ എന്ത് ചെയ്യുന്നു, ദേ ക്യാൻ യൂസ് ഫോർ ദെയർ ഓൺ പേർപ്പസ്. അവർക്കത് യൂസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ്, അപ്പോൾ എന്താണ്, ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവരെ ഫണ്ട് ഇവർക്ക് യൂസ് ചെയ്യാം. അവർക്ക് ഫണ്ട് വേണേൽ പുറത്തുനിന്ന് ആരെ കയ്യിൽ നിന്നാണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വരെ എന്ത് ചെയ്യാം, ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. സോ ദ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഹാസ് എ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. The top management is responsible to government authority for proper implementation of government policy and ensuring the efficiency of business operations. So it will ensure the protection of a public interest. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിളാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ആ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി, എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എന്താണ് ഈ ബിസിനസ്സിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിളായിട്ട്. സോ ദിസ് വിൽ എൻഷുർ ദി എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് എ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇതുവഴി. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. The first one എന്താണ്, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് എന്താണ് ഫ്രീ ആകുന്നുണ്ട്. ഇവർ പെട്ടെന്ന് ഒരു സെപ്പറേറ്റ് ഒരു ഓട്ടോണമസ് ബോഡി എന്ത് ചെയ്യുന്നു, ഫോം ചെയ്തിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദിസ് വിൽ ഹെൽപ്പ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഹെൽപ്പ് ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻസ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ, ദ സ്റ്റാഫ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് ആർ മോട്ടിവേറ്റഡ് ത്രൂ പ്രൊവൈഡിങ് എ ബെറ്റർ സാലറി ആൻഡ് ബെറ്റർ സർവീസ് conditions. So and next one എന്താണ്, the financial independence. The statutory organization enjoying financial autonomy, so they have freedom to borrowing fund from government and public-ന്റെ ആയിരുന്നു ഗവൺമെൻറ് ആയിരുന്നു എന്താണ് ഇത് ഫണ്ട് ബോറോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസിന്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിൾ ആണ് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് എന്താണ് ഇവർ വർക്ക് ഓപ്പറേഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടോ എന്നും അവരുടെ സ്ഥാപനത്തിൽ എന്താണ് ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദിസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ്. Next we are moving on disadvantages of statutory corporations. The first one, theoretical autonomy. The autonomy of cooperative statutory corporations exists on paper only. The working of cooperative societies are often interfering by political or parties. So the theoretical എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ പറഞ്ഞൊരു അഡ്വാൻറ്റേജസ് ആണ് എന്താണ്, ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ഇതിൻ്റെ ആക്ടിവിറ്റീസും ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു ഓട്ടോണമസ് ബോഡി തന്നെയാണ്, അല്ലാണ്ട് പുറത്തുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഫസ്റ്റ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഓട്ടോണമസ് എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ മാത്രം കാണാൻ പറ്റുന്നുള്ളൂ. ചില സമയങ്ങളിൽ ഈ ബിസിനസ്സിൻ്റെ ഡിസിഷൻസും ആക്ടിവിറ്റീസും ഒക്കെ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നു ഇൻ്റർഫിയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ it is a theoretical autonomy ആണ്. പ്രാക്ടിക്കൽ ലൈഫ് കൊണ്ടുവരുമ്പോൾ there is interference from outsiders. ഈ ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡേഴ്സിന് ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സിൽ. ആൻഡ് സെക്കൻഡ് വൺ, റിജിഡ് സ്ട്രക്ചർ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഒബ്ജക്റ്റീവ്സോ അതിൻ്റെ പവേഴ്സോ അതിൻ്റെ ഫങ്ഷൻസോ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി അമെൻഡ് ഇൻ ദി ആക്ട്. അത് ആക്റ്റിൽ അമെൻമെൻറ്റ് നടത്തി ഈ നമ്മളൊരു സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്യുന്നില്ലേ, ആ ആക്റ്റിൽ അമെൻമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പവേഴ്സും എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഈ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് എ റിജിഡ് സ്ട്രക്ചർ ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പവേഴ്സ് ഓഫ് the business statutory organizations cannot be changed without amending of act. Third disadvantages of statutory corporation is nominated board. The statutory organization is managed by board of directors appointed by the government. Government appoint ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ത് ഈ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് എംപ്ലോയീസ് ആർ നോട്ട് മച്ച് എക്സ്പീരിയൻസ് ഇൻ ബിസിനസ് ആൻഡ് ഓൾസോ ലാക്ക് ഓഫ്
പ്രൊഫഷണൽ സ്കിൽ. ഗവൺമെൻറ് എംപ്ലോയീസിന് എന്താണ് അത്ര പ്രൊഫഷണൽ സ്കിൽ ഉണ്ടാവാനും ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ദ അനദർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് നോമിനേറ്റഡ് board. And next one, the financial burden. The statutory organization, if statutory organization is running at a loss, to overcome this loss, the government provides some subsidies to the statutory organization. This is a one of the burden to the government. Government എന്താണ് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ലോസിലാണ്, ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു ലോസ് ഇൻകർ ചെയ്തു ഈ സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ലോസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, സബ്സിഡീസ് കൊടുക്കും, പലതരം സബ്സിഡീസ് കൊടുക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബേർഡൻ ആണ്. ദിസ് ആർ ദി എന്താണ് സം ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ. ദ ഫസ്റ്റ് വൺ, ദി തിയററ്റിക്കൽ ഓട്ടോണമി. സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് എന്താണ് ഒരു ഓട്ടോണമി എന്ന് പറയുന്നത് തിയററ്റിക്കൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ ലൈഫിൽ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ്റെ ഓട്ടോണമി നോക്കുകയാണെങ്കിൽ പലതരം പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകാറുണ്ട് പലപ്പോഴും. ആൻഡ് സെക്കൻഡ് വൺ, റിജിഡ് സ്ട്രക്ചർ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ്റെ ആ ഒരു സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ എന്താണ് വളരെ റിജിഡാണ്. ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവിലോ അതിൻ്റെ ഫങ്ഷൻസിലോ അതിൻ്റെ പവേഴ്സിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി അമെൻഡഡ് ഇൻ ദി ആക്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ആക്ടിൽ അമെൻമെൻറ്റ് നടത്തണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പ്രവൃത്തിയിൽ എന്ത് ചെയ്യും ഈ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. ആൻഡ് തേർഡ് വൺ, നോമിനേറ്റഡ് ബോർഡ്. എന്താണ് ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസ് എന്താണ് ഈ പ്രൊഫഷണൽ സ്കില്ലൊന്നും ഉണ്ടാവില്ല അവർക്ക്. ഈ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിൽ അങ്ങനത്തെ സ്കില്ലും ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് ദി തേർഡ് വൺ ഈസ് നോമിനേറ്റഡ് ബോർഡ്. ആൻഡ് ഫോർത്ത് വൺ, ഫിനാൻഷ്യൽ ബേർഡൻ. എന്താണ് ഗവൺമെൻറ്റിന് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ് എന്ത് ഈ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ലോസിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ സബ്സിഡീസൊക്കെ ഗവൺമെൻറ് കൊടുക്കണം. സോ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ബേർഡൻ ടു ദ ഗവൺമെൻറ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ ഫിനാൻഷ്യൽ ബേർഡൻ. These are the important disadvantages of statutory organization. In today's class, we are discussing about the types of public sector enterprises. The first നമ്മൾ പറഞ്ഞു ഏതാണ്, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് പറഞ്ഞു അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് പറഞ്ഞു. അതെന്താണ്, ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ സബ് ഡിവിഷൻ ഓഫ് എ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ്. അത് എന്താണ്, ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഗവൺമെൻറ്, ഒരു പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഫസ്റ്റ് ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ്. അതെന്താണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ എന്ത് പറയുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നു. അതിനുള്ള എക്സാമ്പിൾ മെയിനായിട്ട് നമ്മൾ എന്താണ് എക്സാമ്പിൾ, ഇന്ത്യൻ റെയിൽവേൻ്റെ എന്താണ്, ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രിയുടെ ഒരു പാർട്ടാണ് അല്ലേ. അതുപോലെ സെക്കൻഡ് ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, it is a public sector enterprises which is formed by passing a special act in parliament. പാർലമെൻറ്റിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. എക്സാമ്പിൾ LIC, KSRTC, RBI. These are some of the example of the statutory corporation. Today we are discussing about the disadvantages and also the advantages and also merits of the statutory corporations. Next class we are discussing about the another types of a statutory public sector enterprises is government company. ഇന്നത്തെ ക്ലാസ് എന്താണ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.